എവിടെ ടെന്റ് അടിക്കും? ഭയങ്കര കാറ്റാണല്ലോ. നോക്കണ്ട, ഇവിടെ ടെന്റ് അടിച്ചു കഴിഞ്ഞാൽ ടെന്റ് താഴെ കൊല്ലിയിലുണ്ടാവും. കാരപ്പുഴ ഡാമെന്ന് പെരുക്കിട്ട് വരും. എന്താ ചെയ്യാ? കാറ്റ് ടെന്റ് ഇപ്പൊ എവിടെ വെക്കുന്നതാണ്. നമുക്ക് വെറൈറ്റി വീഡിയോസ് ചെയ്താലോ? ഇവിടുന്ന് താഴേക്ക് ചാടന്ന് ചാടിക്കോ. എവിടെയെങ്കിലും ടെന്റ് അടിക്കാൻ പറ്റുമോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിപ്പോ ഒരു പാറേന്റെ കാലഘട്ടം എത്തിയിട്ടുണ്ട്. പക്ഷെ പണി കിട്ടിയ ലക്ഷണമാണ്. ഭയങ്കര കാറ്റ്. ടെന്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. എന്താ വെച്ചാൽ അധികം ഒരു സ്പേസ് ഇല്ലാത്തൊരു ഏരിയ. പിന്നെ ഉള്ളതാണെങ്കിൽ ഭയങ്കര കല്ലും. ഇതിപ്പോ ഒരു 100-250 അടി താഴല്ലേ താഴ്ച? ഇത്രയും കേറി വന്നിട്ടേ എന്തായാലും ഞങ്ങൾ ടെന്റ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കട്ടെ. എന്തായാലും കാറ്റാണ് പ്രശ്നം. എന്തറിയോ, ഇവിടെയൊക്കെ ടെന്റ് വെക്കുകയാണെങ്കില് കാലാ പറമ്പിലുണ്ടാവും. ഇങ്ങോട്ട് കുറച്ച് കയറ്റി വെച്ചേ. എന്താ സ്ഥിതി? നോക്കിയിറങ്ങട്ടോ. ഇത് മുള്ളാട്ടാ. എവിടെ ടെന്റ് അടിക്കുക? ഇവിടെയും പറ്റൂലല്ലോ. നമുക്ക് പണി കിട്ടിയ ലക്ഷണമാണ് കേട്ടോ. എന്താ ചെയ്യാ? ഇവിടെയെങ്കിലും പറ്റിയ നല്ല സ്ഥലം വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നോക്കി. നല്ല വ്യൂ അല്ലേ താഴോട്ട്? ആ ലൈറ്റും കൂടി വരുമ്പോഴേ നല്ല സെറ്റപ്പ് വരും. നല്ല സ്ഥലമല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്ത് ചെയ്യാ? ഇത്തിരി ഹൈറ്റില് കേറി വന്നിട്ടേ. നീ എന്താ ഊഞ്ഞാലാട്? ഇവിടെ ഒന്നും പറ്റില്ലടാ. ഇവിടെ ഒന്നും പറ്റൂല. ഇത് പൊട്ടൂടാ. ഒന്ന് അടി നോക്കിയേ. നല്ല സുഖം. പൊട്ടുണ്ടല്ലോ നടുവേ. എന്താ ചെയ്യാ? ഇത് പറ. എന്ത് ചെയ്യാ? ടെന്റ് ഈ കാറ്റത്ത് അടിക്കല് നടക്കൂല. പിന്നെന്ത് ചെയ്യാ? എന്ത് ചെയ്യാ പറ. കാറ്റ് നോക്ക്. ടെന്റ് താഴെ ഉറപ്പാ. ടെന്റ് വെക്കൽ നടക്കൂല എന്തായാലും. എന്തെങ്കിലും വഴി കാണാം. എന്താ പിന്നെ ടെന്റ് ഇല്ലാണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ എവിടെ കിടക്കും? ഒന്നാമത് ഇവിടെ എവിടെയും കിടക്കും. ഇവിടെ ഒന്നും കിടക്ക് നടക്കൂല. പാറ കഷ്ണൊക്കെ ഇങ്ങനല്ലേ. എന്ത് ചെയ്യും? എന്താ ചെയ്യും? എന്തായാലും ഞങ്ങളുടെ ക്യാമ്പിങ് ഇന്നത്തെ ഏകദേശം കൊളായ ലക്ഷണമാണ്. ഒന്നുകൂടി ആ സൈഡ് നോക്കണം. അപ്പുറം സൈഡും കൂടി ഒന്ന് പോയി നോക്കാം. ഇതൊരു ആ സൈഡും കൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. താഴെന്താ സ്ഥിതി? ഇതില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് താഴെ കുറച്ച് താഴെ വരെ ഇറങ്ങി പോയി നോക്കിയേ. ഇരുട്ടായി വരുന്നുണ്ട്. ഒരു സ്ഥലം കാണണ്ടേ? ഒരു രക്ഷയില്ല താഴെ. ആകെ മൂഡ് ഓഫ് ആയല്ലോ. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളത് ഒരു പണിയായ ലക്ഷണമാണ് അല്ലേ? പക്ഷെ ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു പണി എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇത്രയും കയറി വന്നിട്ടേ ഇങ്ങനത്തെ ഒരു പണി എവിടെ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാല് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെന്റ് വിരിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. എന്താ വെച്ചാൽ പാറ ഇങ്ങനെ കിടക്കണോണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല കാറ്റും. എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? കുറച്ചുകൂടി അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോയോ? ഞങ്ങൾ എന്തായാലും വന്ന വഴി ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. അല്ലേ? നോക്കി കയറി കഴിയണ്ട. എടാ സൂക്ഷിച്ചിട്ടോ. നീ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങണത്? കാല് സ്ലിപ്പായി പോയി. കാല് സ്ലിപ്പായി പോയി താഴെ എവിടെയൊക്കെ കമ്പനി പെയിന്റ് ഒക്കെ ഇറങ്ങിക്കും. നീ നോക്കി നടക്കടാ. കണ്ണും കണ്ടില്ല നിനക്ക്? അതിനകത്ത് ഇത്രയും ദൂരം നമ്മള് വന്നിട്ടേ ടെന്റ് അടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ബാഗ് എടുക്കട്ടെ. സാറില്ല. എന്ത് ചെയ്യാനാ? അവിടെ വെച്ചേ ഞാൻ എടുത്തോളാം. ഇനിയിപ്പോ പോവാനാ? താട്ട് പോവാനാ?
ഇത്രയും ലോങ് കയറി വന്നിട്ടേ നമുക്ക് ടെന്റ് അടിക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷോ ഈ വീട് ഇങ്ങനെ തന്നെ ഇട്ടേക്ക് കേട്ടോ. ഇങ്ങനെ നമ്മള് ടെന്റ് അടിക്കാണ്ട് തിരിച്ചു പോയത് എല്ലാരും അറിയട്ടെ. നമ്മൾ ഇത്രയും ദിവസം വീടെടുക്കാൻ പോയിട്ടേ ഇങ്ങനത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു പണി എവിടുന്ന് നോക്കിയിറങ്ങണേ. നീ എവിടെയും അടിക്കാൻ പോകുമ്പോഴേ ആദ്യം സ്ഥലമൊക്കെ പോയി കണ്ടു വെക്കണ്ടേ. സാറല്ല നോക്കിയിറങ്ങട്ടാ. ജാതി പണി ആർക്കും കിട്ടാണ്ട് കിട്ടും. സാറില്ല എന്തായാലും ഇന്നത്തെ ദിവസം ആരെയൊന്ന് കണിയുണ്ടത്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായി അല്ലേ? നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക്. കാല് വേദന എടുക്കണ മേലെ വരെ കയറി പോയിട്ട് മേളിൽ എന്തായാലും 1.5 മണിക്കൂർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റ് ആക്കി. ഇനിയിപ്പോ എവിടെയും വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴേ ആദ്യം സ്ഥലം പോയി നോക്കാം. ഇപ്പൊ ആദ്യം മേളിലെ സ്ഥലം നോക്കി അതൊക്കെ നടക്കുവോ നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെയായി. പിന്നെ എന്താ പോലെ മേളില് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യായിരുന്നു. പക്ഷെ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ വെക്കാനുള്ളൊരു നിരപ്പുമില്ല. പിന്നെ പറഞ്ഞാല് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടെന്റ് താഴെ ഈ കൊക്കയെന്ന് വലിച്ചെടുക്കണം. കാറ്റും ഉണ്ടോ? അത്രയും കാറ്റ് പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് ടെന്റ് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. അപ്പൊ എന്തായാലും ഇനി ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയി അല്ലേ? അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്ഥിതി. പിന്നെ ഇപ്പൊ 3-4 ദിവസമായി നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടില്ലേ? കാരണം പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞോ. നീ പറഞ്ഞോ. വേണ്ട. ചെറിയൊരു ഫാമിലി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. ചെറിയൊരു ഫാമിലി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചെറിയ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെരക്കൂടല് പാലുകാച്ചി എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ കയറി കൂടുക നമ്മുടെ ഒരു പെങ്ങളെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. അതിന്റെ പണിയെടുക്കാൻ കൂടുതലും അത് എടുക്കലും അവിടെ കല്ലെടുത്ത് മാറ്റലും മെറ്റൽ മാറ്റലും ഒക്കെ ആയിരുന്നു ഞങ്ങളെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ പരിപാടിയായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നല്ലൊരു വീഡിയോ എടുത്ത് അടിപൊളിയാക്കാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ നമ്മളെ വീഡിയോസ് ഇപ്പൊ 2-3 ദിവസം കുറച്ച് ദിവസം പെൻഡിങ് ആയി. ഇനിയിപ്പോ അടുത്ത ദിവസം മുതല് നല്ല നല്ല വീഡിയോസ് ആയിട്ട് കയറി വരണം അല്ലേ? കയറി വരണം. ഇന്നിപ്പോ നല്ലൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ ഇറങ്ങി കേട്ടോ. പക്ഷെ ആകെ ഫോളായി. ആകെ ഒരു മൂഡ് ഓഫ് ആയി. അവിടെ ചെന്നപ്പോ അത് ടെന്റ് അടിക്കാൻ പറ്റൂല എന്ന് കേട്ടപ്പോഴേ മൂഡ് ഓഫ് ആയി. എന്താ ചിക്കനും ബ്രെഡും ഒക്കെ മേടിച്ചിട്ട് മേടിച്ചിട്ട് വെറൈറ്റി ഫുഡ് അടിക്കണം. ഇനി നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനൊരു സ്പേസ് ഇല്ല. മേലെ കയറിയപ്പോ പിന്നെ ഇരുട്ടായി. പിന്നെ അടുത്ത സ്ഥലം തപ്പിപ്പോകുമ്പോൾ ടെന്റ് അടിക്കാനുള്ള ടൈമിങ് ഇല്ല. അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാലോ ചെയ്ത്. അപ്പൊ ഇതെന്തായാലും ക്യാമ്പിംഗ് ഒന്നും ഇല്ല. എന്നാലും ഞങ്ങൾ പോയി ഏതായാലും കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നിട്ട് നാളെ ടെന്റ് അടിക്കാത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. ഏതെങ്കിലും ചെറിയൊരു ക്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തു തന്നെ. അതാ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയി. നാളെ മുതൽ നമ്മൾ കണ്ടിന്യൂ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ആശാൻ ചിലപ്പോഴേ കാണുള്ളൂ. എന്നാലും ഞാനെങ്കിലും അല്ലേ? ഇവനിപ്പോ അതേപോലെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇനിയിപ്പോ ഇടക്ക് കാണാത്തത്. അപ്പൊ ക്യാപ്പൊക്കെ കിട്ടുമ്പോ കയറി വരും കേട്ടോ. ക്യാപ്പ് കിട്ടുമ്പോ കയറി വരുന്നല്ല. നാളെ മറ്റന്നാളും ഉണ്ടാവില്ലല്ലോ. ഇനി 2 ദിവസം പണിയായി. ഇനിയിപ്പോ എന്തായാലും ഞാൻ പോട്ടെ. പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് വരട്ടെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ഞാൻ തന്നെ പോയിട്ട് എവിടെയെങ്കിലും പോയി പോയില്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ പരിപാടിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല. ഒരു പരിപാടിയും നടക്കില്ല. അതൊന്നും അല്ല. പണിക്ക് പോയിക്കാം. ഈ പണിക്ക് പോയിക്കാം കേട്ടോ. പണിക്ക് പോയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നിർത്താം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. എന്തായാലും കമന്റ് ചെയ്യ്. കമന്റ് ഉള്ളത് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ വിടാൻ നോക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ നിന്നൊരു കാര്യമല്ലല്ലോ. ഓക്കെ. വീട്ടിൽ ചെന്നിട്ട് ചിക്കൻ കറി വെക്കാം അല്ലേ? നീ വീട്ടിൽ പോയിട്ട് വെക്കാം. അപ്പൊ നീ വീട്ടിൽ ഇല്ലേ? ഞാൻ നേരെ വീട്ടിൽ പോവാം. അല്ല, വാ വീട്ടിൽ പോയിട്ട് പോവാം. ഞാൻ കൊണ്ടുവിടാം കേട്ടോ. അപ്പൊ ഓക്കെ. ഞാൻ ഇങ്ങോട്ടാണ്. എങ്ങോട്ട്? വൈഫ് ഹൗസൊക്കെ? അങ്ങോട്ടാ. വൈഫ് ഹൗസൊക്കെ? അതെ. അപ്പൊ വൈഫ് ഹൗസ് പോവാ. ഇന്ന് ക്യാമ്പിംഗ് ഇല്ലാത്തോണ്ട് വൈഫ് ഹൗസിലാണ്. എന്നാ ശരി. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും ഇത് കാണുമ്പോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. അത് പറയൊന്ന് സബ്സ്ക്രൈബ് എന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ അറിയില്ല എന്നാണ് എല്ലാരും വിചാരം. ഒന്നൂർ പറയണം. വേണ്ട, ഒന്നൂർ പറയും. നീ പറഞ്ഞാൽ തെറ്റും. ഇല്ല, ഒന്നൂർ പറഞ്ഞു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഓക്കെ.
ഇന്ന് ടെന്റ് അടിക്കാൻ പറ്റിയതിന് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വന്നു ചെയ്യാണ്ട് പോക്കില്ലെന്ന് കാണുന്നവർക്ക് എന്തായാലും അതറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ സമയങ്ങളുണ്ട. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഒന്നിട്ട് പറയും, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നീ എന്നെ തെറ്റിക്കല്ലേ. അതെല്ലാം ചെയ്യാ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. ഞങ്ങൾ വിടുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പുതിയ വീഡിയോസ് ആയിട്ടേ 2 ചെന്റ് കൊണ്ട് കേട്ടോ വരും. ഇനി അടുത്ത വീഡിയോസ് എടുത്തെടുത്ത് 2 ചെന്റ്, ഞാൻ അടുക്കൊരു അടുപ്പ് വെറൈറ്റി വീഡിയോ വരും. നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഈ മരത്തിന്റെ മേലൊക്കെ. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയൊരു ഇത് കിട്ടണില്ല ഇവിടെ. അതുകൊണ്ടാണ് ഒന്നാമത്തെ സംഭവം. ചെയ്യാം, നമുക്കൊരു മരത്തിന്റെ മേലെ സെറ്റാക്കാം, ഒരു ദിവസം സെറ്റാക്കാം. നമുക്ക് വിടാം. അപ്പൊ ഞങ്ങൾ വിടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ബാഗോടെ എല്ലാത്തൊരു കഷ്ടായി പോയില്ല ഇന്ന്. സാറില്ല, നമ്മളെ പ്രേക്ഷകര് ഇനിയിപ്പോ എന്ത് പറയാവോ. സാറില്ല, എന്ത് ചെയ്യാനാ.